നിങ്ങൾക്ക് എപ്പോഴും ഒരു ചിന്ത വേണേ, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു പന്തൽ കെട്ടും, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു പന്തൽ കെട്ടും. എന്തിനുള്ള പന്തലാണത്? നമ്മുടെ അടക്കിൻ്റെ പന്തൽ, മരിച്ചടക്കിൻ്റെ പന്തൽ. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഒരുങ്ങണം. അത് ഭയപ്പാടിൻ്റെ വിഷയമൊന്നുമല്ല, അത് ഒരുക്കത്തിൻ്റെ വിഷയമാണ്. ഇത് റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ മരിച്ചതിന് ശേഷം വീട് വെഞ്ചരിക്കാൻ, വീട്ടിലെ കർമ്മങ്ങൾക്ക് വരുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിനകത്ത് ഇത് വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. അന്ന് വന്നിട്ട് ഈ പ്രാർത്ഥന നടത്തിയിട്ട് അച്ഛൻ ഈ ഹന്നാൻ വെള്ളം തളിച്ച് വീടിൻ്റെ ഓരോ മുറിയിൽ കൂടെയും പോയിട്ട് പാടുന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? നരനായുലകിൽ വന്നു പിറന്നാൽ മൃതിതാനന്ത്യം പരിപാവനമാം ഈശ്വര വിധിയാൻ ഒഴിവില്ലാർക്കും. മരണം ഈശ്വര വിധിയാണ്, ഒഴിവില്ലാർക്കും. എന്നിട്ട് പിന്നെ പാടുന്നു, തനയനിൽ നിന്നും താതനെ മരണം ദൂരയകറ്റും, നിർദ്ധയമൊരു നാൾ അമ്മയിൽ നിന്നും മകനെ അകറ്റും. അമ്മയിൽ നിന്ന് മകനെ, അപ്പനിൽ നിന്ന് സുതനെ ഒക്കെ അകറ്റും മരണം. നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് കരുതിയിരിക്കുന്നവരൊക്കെ അകന്നു പോകാനുള്ളവരാണ്, മരണത്തിൽ യാത്ര പോകാനുള്ളവരാണ്. അതുകൊണ്ട് ആ മരണത്തെക്കുറിച്ചൊരു ഒരുക്കമുണ്ടാകണം. കൈകൾ ചലിക്കിൽ, അധരമനങ്ങിൽ, ഇനിയൊരു നാളും കണ്ണുകളിരുളും, കാതുകളടയും, കരിനിഴലുയരും. മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തരുന്ന പ്രാർത്ഥനയാണത്, ഗീതമാണത്. ഇനിയുമുണ്ടല്ലോ, നമ്മൾ ഈ മരിച്ചടക്കിൻ്റെ കർമ്മങ്ങൾ വീട്ടിൽ ആരംഭിക്കുമ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഗീതമുണ്ട്. ആ ഗീതത്തിനകത്ത് ഇങ്ങനെ നമ്മൾ പാടുന്നുണ്ട്, ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു, മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ നശ്വരതയെ, അതിൻ്റെ വ്യർത്ഥതയെ ഏറ്റുപറയുകയാണ് നമ്മൾ. അപ്പം ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്, നമ്മളൊക്കെ പുറപ്പാടിനുള്ളവരാണ്. ദ ഫൈനൽ ജേർണി, ഒടുവിലത്തെ യാത്ര പോകാനുള്ളവരാണ്.